വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം 2024 ബ്ലോഗ്. എൻ്റെ പ്രണയം. എൻ്റെ ആയിക്കോട്ടെ, അമ്മയുടെ ആയിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലെ ശത്രുക്കളെല്ലാം ഇപ്പോൾ എനിക്ക് മുന്നേ നിന്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്നെ തളർത്തണമെങ്കിൽ നിന്നെ വേദനിപ്പിക്കണമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ തളർത്താൻ നിന്നെ ആയുധമാക്കും എന്നെനിക്കറിയാം. അതെല്ലാം ഉദ്ദേശം വെച്ച് മാത്രമാണ് നിങ്ങളോട് പറയാതിരുന്നത്. ഇതെന്തായാലും കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിന്നോട് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളെല്ലാം വലിയൊരു കേസ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മ ഏറ്റെടുത്തിരിക്കുന്ന കേസ്. അത് നിനക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തും. നീയും ചിലപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തും. അതിനുവേണ്ടി, അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊന്നും പറയില്ലായിരുന്നു. ഈ കേസ് തീർന്നതിന് ശേഷം മാത്രമേ പറയുമായിരുന്നുള്ളൂ. ഹരി പറഞ്ഞു. പൊന്നു, ഈ കേസ് ഞാൻ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. നീ എൻ്റെ കൂടെ നിൽക്കുമോ? അല്ലെങ്കിൽ എൻ്റെ അമ്മയെയും എന്നെയും കുറ്റപ്പെടുത്തി ഇതിൻ്റെ പേരിൽ നീ എന്നെ വിട്ടു പോകുമോ? ഹരി ചോദിച്ചതും പെട്ടെന്ന് പൊന്നുവിൻ്റെ കൈ ഹരിയുടെ കവിളിൽ പതിഞ്ഞു. ഇത് ഞാൻ അന്ന് തരേണ്ടതാണ്. അന്ന് എന്നെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് പറഞ്ഞില്ലേ അന്ന്. പക്ഷേ എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എല്ലാ അർത്ഥത്തിലും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കടമയുടെ പേരിൽ ഞാൻ നിങ്ങളെ ഇട്ടേച്ച് പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നിയത് എന്നോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ലേ? പൊന്നു പറഞ്ഞു. അത് കേട്ടതും ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അടിച്ച കവളിൽ കൈവച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഹരി. എന്നാൽ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാണ്, ഈ പൊന്നുവിനെയാണ് എനിക്ക് ആവശ്യം. എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ പെണ്ണ്. നിൽക്കാമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പെട്ടെന്ന് പൊന്നു പറഞ്ഞു. നീ പറഞ്ഞു, പറയാതെ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. എൻ്റെ കൂടെ നിൽക്കില്ലേ നീ? ഹരി ചോദിച്ചു. നിൽക്കും. ഞാനെന്നല്ല, ഈ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും ഹരിയേട്ടൻ്റെ ഒപ്പം നിൽക്കും. കാരണം ഹരിയേട്ടൻ്റെ തീരുമാനം കറക്റ്റാണ്. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത് അവരെ. അവരെ ഇല്ലാതാക്കാൻ അർഹരായ അവരുടെ കൈകൊണ്ട് വേണം അവർ മരണപ്പെടാൻ, പൊന്നു പറഞ്ഞു. അവൻ പൊന്നുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പൊന്നു, പൊന്നുവിനറിയാലോ, ഞാൻ നിന്നെ ഒരുപാട് നാളായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ജോലി ഇഷ്ടമായിട്ട് പോലും, സെലക്ഷൻ കിട്ടിയിട്ട് പോലും എനിക്ക് ഇവിടെ നിന്ന് പോകാൻ മടിയായിരുന്നു നിന്നെക്കുറിച്ച് ഓർത്ത്. ഏകദേശം 2 വർഷം ഒരു പ്രൊബേഷണറി കാലയളവ് ഉൾപ്പെടെ പരിശീലനത്തിൽ ഭാരത് ദർശൻ എന്ന ഫൗണ്ടേഷൻ കോഴ്സും ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിലെ പരിശീലനവും ഉൾപ്പെടുന്നു. പരിശീലന ഘട്ടങ്ങൾ UPSC CSEയിലെ പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്ന മൊസൂറിലെ 3 മാസത്തെ കോഴ്സാണ്. അടിസ്ഥാന കോഴ്സിന് ശേഷമുള്ള ഒരു ഘട്ടം, ഹൈദരാബാദിൽ 2 ഘട്ടങ്ങളുള്ള പരിശീലന പരിപാടി. നാഷണൽ പോലീസ് അക്കാദമിയിൽ 2 ഘട്ടങ്ങൾക്കിടയിലുള്ള ക്വാർട്ടറിനുള്ളിൽ 6 മാസത്തെ പരിശീലന കാലയളവ്. റിക്രൂട്ട്മെൻറ്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ IPS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. അതിനുശേഷം പിന്നെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്, ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ, നൂതന തോക്കുകൾ കൈകാര്യം ചെയ്യൽ, തന്ത്രപരമായ കുതന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. തുടർച്ചയായ വികസനം, പ്രാവീണ്യം നിലനിർത്താനായി എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ പലപ്പോഴും തുടർച്ചയായ പരിശീലന അപ്ഡേറ്റുകൾക്ക് വിധേയരാകുന്നു. ഞാൻ പോയപ്പോഴാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ തിരക്കുകൾക്കിടയിലാണെങ്കിലും നിന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ പോലും നിന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ നീയും നിരഞ്ജനും തമ്മിലുള്ള പ്രണയം മാത്രം അറിഞ്ഞില്ല. നിനക്ക് വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ അറിയിക്കാനായിട്ടും ആളുണ്ടായിരുന്നു. അവൻ പറയുമ്പോൾ അവളൊന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരാളല്ലല്ലോ, 3 പേരുണ്ടായിരുന്നില്ലേ? അവൾ ചോദിക്കുമ്പോൾ അവൻ പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി. അപ്പോൾ അവളുമാരെല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് നിരഞ്ജൻ്റെ കാര്യം ഹരിയേട്ടൻ അറിയാതെ പോയത് അല്ലേ? അവൾ ചോദിച്ചു. അതെ. അപ്പോൾ എന്താ, എൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാണോ? അതോ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു.
എനിക്കറിയില്ല, പക്ഷെ ശരികൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഏത് സുഖത്തിലും സന്തോഷത്തിലും പ്രതിസന്ധിയിലും കൂടെ നിൽക്കുമെന്ന് വിവാഹ ദിവസം ഒരു വാഗ്ദാനം പോലെ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ ഉറപ്പിക്കും. അതുപോലെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഞാനും. അതുകൊണ്ട് ഹരിയേട്ടൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പക്ഷേ പൊന്നു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഡോക്ടർ മിത്ര അയ്യരുടെ മിസ്സിംഗ് കേസ് കൂടി കഴിഞ്ഞ് മതിയെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നിൻ്റെയും നിരഞ്ജൻ്റെയും പ്രശ്നങ്ങൾ എല്ലാം അറിയുന്നതും അതിൽ ഇടപെടുന്നതും. പിന്നെ എനിക്ക് നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കൂടെ കൂട്ടുക എന്നതായിരുന്നു സന്തോഷവും ആഗ്രഹവും. അതുകൊണ്ട് ഈ കേസിനെ പറ്റി ഒന്നും ഞാൻ ആലോചിക്കാതെ വിവാഹം കഴിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. കാരണം ഇപ്പോൾ അമ്മ അടുത്ത കേസും പിടിച്ചുകൊണ്ട് വന്നല്ലോ. എൻ്റെ അമ്മയായതുകൊണ്ട് പറയല്ല, ഇതുപോലെ പല കേസുകളും ഇനിയും കൊണ്ടുവരും. അങ്ങനെ പോയാൽ എൻ്റെ വിവാഹം ഗണപതി കല്യാണം പോലെ പോയേനെ. കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാതിരിക്കില്ല. പിന്നെ ഒരു ധൈര്യവും ഉണ്ട് കേട്ടോ, എൻ്റെ പെണ്ണിനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം. ആ ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടെ കൂട്ടിയതും ഇതുപോലെ ചേർത്ത് പിടിക്കുന്നതും എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചതും അവൻ പിടിച്ച കൈയിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ പൊന്നു, ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒന്നും അല്ലാട്ടോ ഞങ്ങളുടെ ജീവിതം. ഒരുപാട് റിസ്ക്കാണ്. നീ പോലും പലപ്പോഴും പല പ്രതിസന്ധിയിലും പെട്ടുപോകും ചിലപ്പോൾ. പേടിക്കാതെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുമോ? എൻ്റെ കൂടെ നിൽക്കുമോ? ഹരി ചോദിച്ചു. ഉറപ്പായിട്ട് നിൽക്കും. ഞാനിപ്പോൾ സാധാരണ ഒരു പെണ്ണല്ലല്ലോ. ഇത്രയും നാൾ ഞാൻ ഒരു ബിസിനസ്മാനായ ഹരി രുദ്രദേവിൻ്റെ ഭാര്യയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഞാൻ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാണ്. ആ ധൈര്യം ഞാൻ കാണിക്കും. അവൾ പറഞ്ഞതും അവൻ്റെ കൈ വീണ്ടും അവളുടെ അരയിൽ അമർന്നു. അവളെ ചേർത്ത് പിടിച്ച് അവൻ മറു കൈകൊണ്ട് അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. കുറച്ചുനേരം അവൻ അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ നിന്നു. പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം അറിയുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ട് ഇട്ടേച്ച് പോകുമെന്നൊക്കെ ഞാൻ ശരിക്കും പേടിച്ചു. ഈ ഹരി പേടിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഈ ഞാൻ പേടിക്കുന്നില്ല. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നിന്നെ. നീയില്ലെങ്കിൽ ഞാനില്ല. അന്ന് മനക്കലെ ക്ഷേത്രക്കുളത്തിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, നീയില്ലെങ്കിൽ ഞാനില്ല എന്ന്. അത് വെറുതെ പറഞ്ഞതല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. എനിക്കും ഇപ്പോൾ ഒരു ധൈര്യമുണ്ട്. ഞാൻ ആരുടെ ഭാര്യയാണെന്നുള്ള ഉത്തമ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഹരിയേട്ടൻ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും വരുമ്പോൾ അതിന് നിന്നു കൊടുക്കാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞതുപോലെ അമ്മയും ഹരിയേട്ടനും എല്ലാം എടുത്തിരിക്കുന്ന കേസുകളെല്ലാം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ന്യായത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഞാനും നിങ്ങളുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അത്ര ധൈര്യം ഇല്ലെങ്കിലും എവിടേക്കോ ഒരു ധൈര്യമുണ്ട്. ധൈര്യത്തിൻ്റെ പേര് ഹരിരുദ്രദേവ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ പുഞ്ചിരി ഹരിയിലേക്കും നീണ്ടു. ഇത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ചെറിയ പേടി, അവൾ ഇതറിയുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അറിയാത്തതിൻ്റെ ആ പേടി പൂർണ്ണമായും ഹരിയിൽ നിന്നും വിട്ടുമാറിയിരുന്നു. കഴിഞ്ഞോ? പരിഭവവും പിണക്കവും എല്ലാം പറഞ്ഞു തീർത്തോ? പുറകിൽ നിന്നും നവീൻ്റെയും ബാക്കിയുള്ളവരുടെയും ശബ്ദം കേൾക്കുന്നത്. ഹരി അവളെ വിടാതെ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് അവരുടെ മുന്നിൽ നിന്നു. അവളെ കുറച്ചുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഇത് സാധാരണ ഒരു അധ്യാപികയായ പൊന്നുമല്ല, ഈ ഹരിരുദ്രദേവിൻ്റെ ഭാര്യയാണ്. തെറ്റിയല്ലോടാ. നവീൻ പറഞ്ഞതും അവർ നവീനെ നോക്കി. ഇവൾ ബിസിനസ്മാൻ ഹരിരുദ്രദേവിൻ്റെ ഭാര്യയല്ല, ഇപ്പോൾ രുദ്രദേവിൻ്റെ ഭാര്യയാണ്. ക്രിമിനലുകളെല്ലാം ഭയപ്പെടുന്ന, പേര് കൊണ്ടുപോലും അവരെ വിറപ്പിക്കുന്ന രുദ്രദേവിൻ്റെ ഭാര്യയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. നവീൻ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. പൊന്നുവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതെ, ഞാൻ രുദ്രദേവിൻ്റെ ഭാര്യയാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. എന്തായി തീരുമാനം എന്ന് ചോദിച്ചുകൊണ്ട് തരുൺ അവളുടെ അടുത്തേക്ക് വന്നു.
അവൾ ഹരിയെയും തരുണിനെയും പിന്നെ ബാക്കി എല്ലാവരെയും നോക്കി. നിന്റെ തീരുമാനം എന്താണോ അതുപോലെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ജെൻസിയും നീതുവും ഐറയും അവളോട് പറഞ്ഞു. പൊന്നു, നിനക്കിനി ഒഴിയാൻ ഒരു ഓപ്ഷൻ ഇല്ല പൊന്നു. പക്ഷേ എനിക്കുണ്ട്. എന്നാലും ഞാൻ വേണ്ട എന്ന് വിചാരിക്കുന്നു, ശ്രദ്ധ പറഞ്ഞു. അത് കേട്ടതും നവീൻ അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇവൾ എപ്പോൾ വേണമെങ്കിലും നിന്റെ കാലുമാരും എന്നുള്ള രീതിയിൽ എറിക്കും അവനെ നോക്കി. പൊന്നു, എന്താ നിന്റെ തീരുമാനം? ഇതെല്ലാം അറിയുമ്പോൾ അച്ഛനമ്മമാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ പ്രൈവസിയും കാര്യങ്ങളും നമ്മുടെ അച്ഛനമ്മമാർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ച് നീ തീരുമാനം പറയും, തരുൺ പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെയും നിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർ ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ, പക്ഷേ അത് സത്യസന്ധമായ കാര്യമാണ്. നീതി, ന്യായം എല്ലാം നോക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊന്നു പറഞ്ഞതും എല്ലാവരും അത് കേട്ട് സന്തോഷിച്ചു. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങളുടെ തീരുമാനം അതുതന്നെയാണ്. എൻ്റെ തീരുമാനം പോലെ അല്ല, നിങ്ങൾക്കും സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, അവൾ പറഞ്ഞു. ശ്രദ്ധ പറഞ്ഞല്ലോ നവീൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനമെന്ന്. നീയും പറഞ്ഞു. പിന്നെ ഞാനും വാണിയുമല്ലേ. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതിൻ്റെ കൂടെ നിൽക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യാറ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു, സത്യസന്ധമായിട്ട് പറയുന്നു, ഇവർ ചെയ്യുന്നത് ന്യായമായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് എന്ത് പ്രതിസന്ധിയിലും നിന്റെ കൂടെ, നിന്റെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും, ഐറയും വാണിയും പറഞ്ഞു. അവൾ എറിക്കിനെയും തരുണിനെയും നോക്കി. ഞങ്ങൾക്കും മറിച്ച അഭിപ്രായമില്ല. ഞങ്ങളുടെ സഹോദരിമാർ ഇതുപോലെ ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർ എന്ന നിലയിൽ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. പക്ഷേ ഇത് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്കും അമ്മയും പെങ്ങന്മാരും ഉള്ളതല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് എത്ര വേദനയുണ്ടാകും. സഹോദരന്മാർക്കായിക്കോട്ടെ സഹോദരിമാർ ഉണ്ടെങ്കിൽ അവർ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആ കുട്ടികൾ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അവരുടെ ജീവൻ പൊലിഞ്ഞത് ആലോചിക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവന്മാർ തന്നെയാണല്ലോ അത് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ദേഷ്യവും തോന്നുന്നുണ്ട്, തരുൺ പറഞ്ഞു. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് ശാന്തമായിരുന്നു. എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം, എന്തെങ്കിലും കഴിക്കണ്ടേ? പക്ഷേ ഹരി, നമുക്കിത് വീട്ടുകാരോട് പറയണ്ടേ? പറയണം. അതിപ്പോൾ വേണ്ട. ഇപ്പോൾ ഇവിടെ കൂട്ടത്തിൽ നിരഞ്ജനും അവരുടെ ഫാമിലിയും എല്ലാവരും ഇല്ലേ. നമുക്ക് സ്വസ്ഥമായിട്ട് പിന്നെ പറയാം. ഞാനിപ്പോൾ നാളത്തെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ അമ്മ, ഞാൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. എന്നോട് പറയണ്ട എന്നാണ് അമ്മ ദിനേശ് ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായ ഒരു കാര്യമായതുകൊണ്ട് ഒരു നിയമത്തിന് മുന്നിലേക്കും അവരെ ഇട്ടുകൊടുക്കില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് അമ്മ മറ്റെന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് പറയാത്തത്. സാധാരണ എന്തെങ്കിലും കേസുകൾ വരുമ്പോൾ എന്നോട് പറയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവും. അത് അമ്മ തന്നെ പറയേണ്ടി വരും. മറ്റുള്ളവരെ പോലെയല്ല. എൻ്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് അമ്മ പറയാതെ മറ്റാർക്കും മനസ്സിലാവില്ല. അതൊരു പ്രത്യേകതയുള്ള ആളാണ്. ശിവകാമി എന്ന ആ പേര് പോലെ തന്നെ അമ്മ ഒരു ബോൾഡായ സ്ത്രീയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മയുടെ മകനായതിൽ ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് ഞാൻ, ഹരി പറഞ്ഞു. പിന്നെ നിങ്ങളെല്ലാവരും ഇക്കാര്യം അറിഞ്ഞത് അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് അമ്മയുടെ മുന്നിൽ അറിഞ്ഞതായിട്ടുള്ള ഒരു ഭാവവും നടിക്കണ്ട, ഹരി പറഞ്ഞു. പിന്നെ എല്ലാവരും ഒരുമിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ചെന്നതും എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു. അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശിയും എല്ലാം ഉണ്ടായിരുന്നു. അന്നും ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് അവർ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചിരുന്നു. വന്ന ഉടനെ പൊന്നു വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ കണ്ടു ഹരി ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളെ കണ്ടതും ഹരി അവളുടെ അടുത്തേക്ക് വന്നു. ഉറങ്ങരുത്, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി നിന്നു. അപ്പോഴാണ് അവിടെ ബെഡിൽ വച്ചിരിക്കുന്ന ഹരിയുടെ ഫോൺ കണ്ടത്. ആ ഫോൺ ഒന്ന് എടുത്തു നോക്കി. സ്ക്രീനിൽ അവളുടെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. അവൾ പുഞ്ചിരിയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. പിന്നെ ഫോൺ അവിടെ വെച്ച്
നന്നായി തണുത്തത് കൊണ്ട് ഒരു കോഫി ഉണ്ടാക്കാം എന്ന് കരുതി അവൾ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിലൂടെ 2 കൈകൾ അവളെ കെട്ടിപ്പിടിച്ചത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് സ്റ്റോറിക്ക് ലെങ്ത്ത് കുറവാണ്. നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ കുറഞ്ഞപ്പോൾ ലെങ്ത്ത് ഞാൻ കുറച്ചതാണ്. അല്ലാട്ടോ, ഇന്ന് തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ പോകണം എനിക്ക്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും കുറയ്ക്കാതെ പോരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.